മോളെ പാല്. ആർക്ക്? മോൾക്കും മൊയ്തീൻ കുഞ്ഞിനും. അദ്ദേഹം ഇങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. ഇതെന്തൊരു പോക്കരുത്തരാണ് മൊയ്തീൻ കുഞ്ഞ് കാണിച്ചത്. കെട്ടിക്കൊണ്ട് വന്ന് ആദ്യമായി ഈ വീട്ടിൽ കാല് കുത്തിയ രാത്രിയില്. നിങ്ങൾ ഈ ചെയ്തത് കടുങ്ങയായി പോയി. ആ പെൺകുട്ടി ഇപ്പോ എന്തുമാത്രം വേദനിക്കുന്നുണ്ടോ? ഒരു ഭാര്യയ്ക്ക് വേണ്ടിയല്ല ഞാൻ അവളെ വിവാഹം കഴിച്ചത്. ബാപ്പയുടെ സ്വത്ത് മാത്രമാണ് എന്റെ ലക്ഷ്യം. സോറി ഇല്ല ഇവിടെ. ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും. മോളെ, നിന്നെ മാമ വിളിക്കുന്നു. മാമ വിളിച്ചാ? വിളിച്ച്. ഇനി മേലാളി എന്നെ മാമാന്ന് വിളിക്കരുത്, ബാപ്പാന്നേ വിളിക്കാവൂ. എന്താന്നറിയോ, എനിക്ക് പെമ്മക്കളില്ല. ആ കുറവ് എന്റെ മോള് നിർത്തണം. ഞാൻ പറയണത് അനക്ക് മനസ്സിലാവണ്ട. ഊവാ എങ്കിലും നീ ഒരു കാര്യം ചെയ്യണം. ഐസുമ്മാന്റെ കയ്യിൽ എനിക്കൊന്നും കൊടുത്തയക്കരുത്. ചായ ആയാലും ചോറായാലും എല്ലാം നീ എന്നെ കൊണ്ടുതരണം. ഞാനിത് പറയണത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായ? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിന്റെ കൈ കൊണ്ട് വാങ്ങി തിന്നാൻ ലാശ് കൊണ്ടാണ് മോളെ. ശരി മാമ. പിന്നെയും തുടങ്ങി മാമാന്ന്. ബാപ്പാന്ന് വിളിക്ക്. ബാപ്പാന്ന്. ശരി ബാപ്പ. ബാപ്പാക്ക് തൃപ്തിയായി മോളെ. ഇനിയിപ്പൊ തന്നെ ബാപ്പ മയ്യത്തായാലും ബാപ്പാക്ക് സന്തോഷം തന്നെ. 20 കൊല്ലം മുമ്പ് മേദിയമ്മ മയ്യത്തായപ്പോ തുടങ്ങിയതാ ഞാനിത് ചുമന്നുകൊണ്ട് നടക്കാൻ. ഇനി ഇതിന്റെ അവകാശി നീയാണ് മോളെ. എന്നാ പിടിച്ച മോളെ. എന്നാ അപ്പൊ പിന്നെ താഹിറാനും നദീറാനും കെട്ടിച്ചയക്കേണ്ടതാണ് നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവരെ കെട്ടിച്ചയക്കാൻ പണം വേണ്ടേ? ഈ കാര്യം മൊയ്തീനോട് പറയാൻ പറഞ്ഞപ്പോ നീ ചൂടായല്ല. അങ്ങോർക്കല്ലല്ലോ ഇവരെ കെട്ടിച്ചയക്കേണ്ട ചുമതല. എന്നങ്ങ് നീ തീർത്തു പറയരുത്. വീട്ടിലൊരു പുതിയാപ്പിള ഉണ്ടെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ ചുമതല അവനും കാണും. അവക്കൊരു കെട്ടിയവനെ കിട്ടിയപ്പോ ബാപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, അനീറ്റിമാരും ആങ്ങളെ ആരും വേണ്ട. എന്താ ഒരു ബഹളം? ബഹളോ? ഇവിടെ ബഹളമൊന്നും ഉണ്ടായില്ല. അതോ മോനെ, അമ്മായി പറയാ. ദല്ലാളാരെ അംസക്കോയക്ക താഹിറാക്കും നദീറാക്കും ഓരോ കല്യാണക്കാരും കൊണ്ടുവന്ന് തിരക്കിയ കൂട്ടത്ത് തരക്കേടില്ല എന്ന് തോന്നി. പറഞ്ഞിട്ടെന്താ, 10 പവന്റെ പൊന്നാ ചോദിക്കണേ. അതൊന്നും ഞമ്മളെ കൊണ്ടാവൂല എന്ന് പറഞ്ഞ് നാവ് എടുത്തില്ല. അംസക്കോയൊക്കെ ഒരു ചോദ്യം. 10 അല്ല 50 പവൻ വേണമെങ്കിൽ കൊടുക്കാൻ ത്രാണിയുള്ള വരുമാനല്ലേ കയ്യിലുള്ളത്. നേര് പറയാമല്ലോ മൊയ്തീൻ കുഞ്ഞ്. എന്റെ ചങ്കടച്ചു പോയി, മുണ്ടാൻ പറ്റിയില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചോറില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചോറ് പിന്നെ നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല. നീ എന്റെ കൂടെ ഇരിക്കണം. വരൂ. എന്നെ ഈ അവസരത്തിൽ സുഹറ മനസ്സറിഞ്ഞും സഹായിക്കണം. ഞാൻ നിങ്ങളെ സഹായിക്കേ. എന്താ കാര്യം? ബാപ്പ അറിയാതെ കുറെ കടങ്ങളുണ്ട് എനിക്ക്. ഉടനെ അത് വീട്ടേണ്ടി വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ മാനക്കേടാവും.
അതിന് ഞാനെന്താ വേണ്ടത്? എനിക്ക് നിന്റെ കുറെ സ്വർണം വേണം. പണയം വെക്കാനാ? ഉടനെ എടുത്ത് തന്നേക്കാം. എന്താ നിനക്കൊരു വിഷമം? സ്വർണം തരാൻ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടോ? എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. പിന്നീട് സ്വർണം ഉള്ളത് മുഴുവൻ തരാൻ ഞാൻ ഒരുക്കമാണ്. മുഴുവനൊന്നും വേണ്ട, തൽക്കാലം 40 പവൻ മതി. എന്ത് സുഖ. എളുപ്പം കയറ്റി പോകാം, സമയരോടായി. കുറച്ചും കൂടെ തള്ളി വയ്ക്കേ. എളുപ്പാട്ടെ കേറ്റ്. വിട്ടോ. വെക്കോട്ടെ. അലക്കുലത്തെ അവിടെ നിർത്ത്, നമ്മള് മരുന്നേ. അല്ല, എനിക്ക് ഈ അൽക്കുലത്തൊക്കെ ഇവിടുത്തെ നിൽക്കാനും കൊണ്ടുപോവാ? അല്ല, മുസ്ലിയാരൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ മീൻകാരൻ ബീരാങ്കുഞ്ഞിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മക്കളുടെ നിക്കാ. രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കളെ കല്യാണോ? അപ്പൊ പിന്നീടോ മൂത്ത മോളോ അതിനെ പുഴുങ്ങി തിന്നാൻ വെച്ചിരിക്കുക? മൂത്ത പെണ്ണിന്റെ കല്യാണം എന്നേ കഴിഞ്ഞു. നിങ്ങളുടെ മോനാളുടെ മകൻ മൊയ്തീൻ കുഞ്ഞല്ലേ അവളെ നിക്കാ കഴിച്ചിരിക്കുന്നത്. ഈ നിക്കാഹിന് വേണ്ട ചെലവുകളൊക്കെ നോക്കി നടത്തുന്ന എങ്ങനാ? സൂറ മോളെ, സൂറ. സൂറ കിടക്കണം. കിടക്കണ? എന്തു പറ്റി? തലക്കൊരു കനം. 2-3 വട്ടം ഛർദിക്കുകയും ചെയ്തു. ഡാക്ടറെ വിളിപ്പിക്കണോ? അതൊന്നും വേണ്ട, ഇതൊക്കെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാറുള്ളതാ. എന്ന് വെച്ചാ? ആ ജെറുക്ക ഒരു ഉപ്പൂപ്പാകാൻ പോണു. കുഞ്ഞിക്കൊച്ചു മനസ്സിലായ വിവരം അറിഞ്ഞ അതിർമാനാജി ഒരു ഉപ്പൂപ്പയാവാൻ പോണു. ഉപ്പൂപ്പ? ആ എന്തോടോ മര്യാദ, എനക്കൊരു സന്തോഷം കാണാത്ത? ഒന്നുമില്ല. നോണ പറഞ്ഞ് എന്റെ അടുത്ത് തടിയപ്പാന്ന് ഈ കിരാ കാണണ്ട. കാര്യം പറ. ആചാരിക്ക, ഇപ്പൊ അതറിയണ്ട. ഇപ്പൊ അറിയണ്ടെന്ന് പറഞ്ഞാല് പിന്നീട് അറിയാൻ വിരോധമില്ലെന്ന്. ആ എങ്കിൽ അതെനിക്കിപ്പൊ തന്നെ അറിയണം. പറയും മര്യാദ, കാര്യം എന്താ? മൊയ്തീൻ കുഞ്ഞ് വേറെ പെണ്ണിട്ടിരിക്കുകയാണ്. മീൻകാരൻ ബീരാങ്കുഞ്ഞിന്റെ മൂത്ത മോളെ. എന്താണോ പറഞ്ഞത്? അതിർമാനാജിയുടെ മോൻ മൊയ്തീൻ കുഞ്ഞ് മീൻകാരൻ ബീരാന്റെ മോൾ നിക്കാഹ് കഴിച്ചു? ഒന്ന് വേഗം ആവട്ടെടോ. 4 ഓല വലിച്ചു കേട്ടാ ഇത്ര പറ്റുന്ന സമയോ? ആ ഉണ്ടല്ലോ അവന്റെ ഒരു പന്തല്. അല്ല, ആചാരിക്കാൻ മൊയിലേറല്ലേ വരണേ? വാമോനെ. ആചാരിക്ക ഇരിക്കും. ഞാനിവിടെ കുത്തിരിക്കാൻ വന്നതല്ല, ഞാൻ വന്നത് നീ കാണാമെന്ന് അറിയാനാ. എന്താ ആചാരിക്കക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം? ആചാരിക്ക ആയിപ്പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ സംശയം തീർത്തു തന്നാനെ. ആ കുറെ തീർക്കും. മോളെ ഞാൻ അറിയാതെ നിന്റെ മോനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചല്ലേ എന്റെ അനർത്ഥം? രണ്ടിലൊന്നും അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ അവന്റെ മോളുടെ മൊഴി വാങ്ങുന്നോ അതോ ഞാൻ അവനെ കൊണ്ടാ കൊടുപ്പിക്കണോ? മൊഴിയോ? നീ അതങ്ങ് സമ്മതിച്ചു കൊടുക്ക് ബീരാങ്കുഞ്ഞെ. വേണമെങ്കിൽ ആചാരിക്ക 100-500 തരും. സംഗതി അൽക്കുലത്താക്കിയാല് അതും കിട്ടൂല. 500 ഉറുപ്പിക. താൻ ആചാരക്കാരെ അടുക്കളയിൽ വല്ല നക്കി തിന്നാണെങ്കിൽ അത് നിന്ന് കേടാ. വലിയ ആനക്കാരിയൊന്നും തിരക്കണ്ട. അപ്പോ നീ അതിനൊരുക്കലല്ലേ? മടമര്യാദ മൊയ്തീൻ കുഞ്ഞിനെ കൊണ്ട് ഇന്ന് അവളുടെ മൊഴി ഏൽപ്പിച്ചിട്ട് വേറെ കാര്യം. കൊല്ലത്തും മൊഴി ചൊല്ലിപ്പിക്കും. താനല്ല നിന്റെ കാരണവന്മാര് വിചാരിച്ചാൽ നടക്കുമല്ലോ ആചാരിക്ക. ഗർഭമുള്ള പെണ്ണ് മൊഴി അല്ലാൻ ഇസ്ലാം വിധിച്ചിട്ടില്ല. ഗർഭമുള്ള പെണ്ണോ? ബാപ്പോ എങ്ങനെ കരയാതിരിക്കുമ്പോ? എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ബാപ്പ. അവരെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ അവൻ കണ്ണീര് കുടിപ്പിക്കല്ലേ ചെയ്തത്? എന്നെപ്പറ്റി എനിക്ക് വിചാരമില്ല. പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ബാപ്പ അദ്ദേഹത്തെ ഒന്നും പറയരുത്. ആ മുഖത്ത് നോക്കി ബാപ്പാന്ന് വിളിക്കാനുള്ള അവസരം എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തരുത് ബാപ്പ. അവൻ നിന്റെ കുഞ്ഞിന്റെ മാത്രം ബാപ്പയല്ല മോളെ, മറ്റൊരു കുഞ്ഞിന്റെ ബാപ്പ കൂടിയാണ്. അവിടെയാണ് ബാപ്പ തോറ്റുപോയത്.
അപ്പോ അത് സംഭവിച്ചു. നീ സാധാരണ അണിഞ്ഞു നടക്കാറ് നെക്ലസ് എവിടെ? കെട്ടിയവന് കൊടുത്തു അല്ലേ? അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ലേ ബാപ്പ? എന്തവകാശം? പെൺകുട്ടികൾക്ക് ഉമ്മ വാപ്പമാർ കഷ്ടപ്പെട്ട് പൊന്നു കൊടുക്കുന്നത് അവർക്ക് അണിഞ്ഞുകൊണ്ട് നടക്കാനാ, അല്ലാതെ ആണുങ്ങൾക്ക് പണയം വെക്കാനുള്ളതല്ല. മോളെ, ഇതൊക്കെ രണ്ടാം തരക്കാർക്ക് ചേർന്നതാണ്. ബാപ്പ അങ്ങനെ പറഞ്ഞോ? നീ വിഷമിക്കട്ടെ. എനിക്ക് ജീവൻ നടത്തോളം കാലം നീ എന്റെ ഭാര്യയായി തന്നെ ജീവിക്കും. തന്ന കാശ് തേഞ്ഞില്ല പുതിയാപ്പിള. ഒരു 3000 രൂപയുടെ ഉടനെ ഉണ്ടാക്കണം. എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ എന്റെ കാര്യം നിന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? എനിക്ക് പ്രായമായ അമ്മക്കളുണ്ടോ? ഏതായാലും പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന കാര്യം അല്പം പരിങ്ങില്ല. പണം ഉണ്ടാക്കാനുള്ള വഴി നമ്മൾ പറഞ്ഞുതരാം. ഇത്രയും കാലം നിന്റെ ഉമ്മാടെ സ്വത്തെല്ലാം ബാപ്പയല്ലേ നോക്കി നടന്നത്. അത് നിനക്ക് വിട്ടുതരാൻ പറയണം. പോയി പോയി വാപ്പാനി മോനി പിരിക്കാനുള്ള നോട്ടമാ. നിങ്ങളതൊന്നും ചെവിക്കൊള്ളണ്ട. പിന്നെ വന്ന ചെയ്താൽ ഇബിലീസിന് ഇഞ്ചക്കുത്ത് കുത്തണം. നിക്കടവിടെ. ഇത് 10,000 രൂപയുണ്ട്. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് നിന്റെ മീൻകാരന്റെ മോളായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചേക്ക്. പണം കൊടുത്ത് അവസാനിപ്പിക്കാവുന്ന ഒരു ബന്ധമല്ല ഞങ്ങളുടേത്. ബന്ധം ഉണ്ടാ? പണക്കാരനായ അദ്രമാനാജിന്റെ മോനായതുകൊണ്ടാ എന്നോട് സ്വീകരിച്ചത്. ഗർഭിണിയായ ഒരു പെണ്ണിനെ മൊഴിയില്ലാതെ ഇസ്ലാമിന്റെ നിയമം അനുവദിക്കൂല. അതുകൊണ്ടാണ് എന്നോട് കാര്യം പറയണത്. മൊഴി ചൊല്ലാതെ മറ്റേത് വിധത്തിൽ ബന്ധം അവസാനിപ്പിക്കണമെന്ന ബാപ്പ പറയുന്നത്? നീ അവിടെ പോരുത്, ഓളെ കാണരുത്. ശരി, നിങ്ങളുടെയൊക്കെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. പ്രായമായ മകന് സ്വന്തമായ ആവശ്യങ്ങൾ പലതുമുണ്ടെന്നും അതിലേക്ക് അവൻ എന്തെങ്കിലും കൊടുക്കണമെന്നും ബാപ്പയ്ക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആ വകയിൽ 10 പൈസ പോലും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഈ പണം കൊണ്ട് കുറച്ചു കാലമെങ്കിലും എനിക്ക് എന്റെ ആവശ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാം. പടച്ചവൻ ഇനിയും ബാപ്പയ്ക്ക് ഇതുപോലെ നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ. എന്ത് പറഞ്ഞടാ ശൈത്താനെ? അപ്പോ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്താ അടിക്കുന്നില്ലേ? അടിച്ചടിച്ചാണ് നിങ്ങൾ എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഉമ്മ മരിച്ചതിന് ശേഷം നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾക്ക് കയ്യും കണക്കുണ്ട്. മരത്തിൽ കെട്ടിയിട്ടടിച്ചതും പുളിയുറുമ്പും കൂടി മേലിലിട്ടതും തട്ടുകം പഠിപ്പിച്ച് തുളയിൽ വെച്ച് പൊള്ളിച്ചതും നിങ്ങൾ പറഞ്ഞാലും ഞാൻ മറക്കില്ല. അതൊക്കെ നീ നന്നാവാൻ വേണ്ടിയിരുന്നു. നന്നാകാൻ? എന്നിട്ട് എന്തേ നന്നാകാഞ്ഞത്? ആ ക്രൂരതയാണ് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് അടിച്ചത്. അവിടെ എനിക്കിഷ്ടപ്പെട്ട കുറെ കൂട്ടുകാരെ കിട്ടിയപ്പോ അതിൽ കവിഞ്ഞ സ്വർഗം വേറെയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത്രത്തോളം എത്തിയിട്ടും എന്നെ അടിക്കാനുള്ള നിങ്ങളുടെ ആശ ഇനിയും തീർന്നിട്ടില്ല അല്ലേ? എനിക്കെന്റെ സ്വത്ത് വിട്ടുകിട്ടണം. സ്വത്തോ? എന്ത് സ്വത്ത്? മനസ്സിലായില്ലേ? എനിക്ക് അവകാശപ്പെട്ട എന്റെ ഉമ്മയുടെ സ്വത്ത്. ഇതുവരെ നിങ്ങളത് അപഹരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി എനിക്കത് വിട്ടുകിട്ടണം. മൊയ്തീൻ കുഞ്ഞെ, പടച്ചോന് പൊരുത്തപ്പെടാത്തൊന്നും പറയരുത്. നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? നീ അവിടെ മിണ്ടാതിക്കടി. എനിക്ക് സംസാരിക്കാനുള്ളത് ഈ മനുഷ്യരോടാണ്. പറയട്ടെ മോളെ, അവന് തോന്നിയതൊക്കെ അവൻ പറഞ്ഞു തീർക്കട്ടെ. എനിക്കധികമൊന്നും പറയാനില്ല. എനിക്ക് എന്റെ ഉമ്മയുടെ സ്വത്ത് വിട്ടുകിട്ടണം, അത്ര തന്നെ. അത് തന്നാ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കോടാ. അവസാനിപ്പിക്കണമെങ്കിൽ ബാപ്പയും മോനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാടാ അവസാനിപ്പിക്കണത്? മൊഴി ചൊല്ലി തീർക്കാവുന്ന ബന്ധമല്ലടാ അത്. സ്വത്ത് തരുന്നു അതോ നിർത്താതെ തീർത്ത് പറയടാ. ഞാനത് പിടിച്ചു വാങ്ങണോ എന്ന് ചോദിക്കുകയായിരുന്നു. ബാപ്പയുടെ മനസ്സ് പരീച്ച് നിങ്ങൾ ഈ സ്വത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഗതി പിടിക്കില്ല. എനിക്ക് ഗതി പിടിക്കണമെങ്കിൽ നീ മരിക്കണം. വേണ്ടടാ മോനെ, ബാപ്പാന്റെ കയ്യിൽ നിന്ന് സ്വത്ത് പിടിച്ചു വാങ്ങിയെന്ന് ചീത്തപ്പേര് കൂടി നീ വരുത്തി വെക്കണ്ട. കുഞ്ഞിപ്പച്ചേ, നിങ്ങൾ പോയി വക്കീൽ അച്ഛത പണിക്കരെ വിളിച്ചോണ്ട് വാ. ഇവന്റെ ഉമ്മാന്റെ സ്വത്ത് കൊടുത്തേക്കാം. കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നും. ബാപ്പ സ്വത്ത് മുഴുവൻ വിട്ടുകൊടുത്താൽ
1 മാസം കൊണ്ട് മോനത് പൊടി പൊടിക്കും. അറിയാം മോളെ, പക്ഷേ അവൻ ചോദിച്ചാ കൊടുത്തേ പറ്റൂ. ആ സ്വത്ത് വേണ്ടുമെന്ന് അനുഭവിക്കാൻ പറച്ചോനെ വിധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാ പറ്റൂ. ആ എല്ലാം അവന്റെ നിശ്ചയം പോലെ നടക്കട്ടെ. ബാപ്പ വരണോ? അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. ഇരിക്ക്. മോളെ ചായ? ഇപ്പൊ ഒന്നും വേണ്ട. സുഹൃയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറയാനാണ് ഞാൻ വന്നത്. നാട്ടു നടപ്പതാണല്ലോ. ബാപ്പായ്ക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. ഈ ചുറ്റുപാടിൽ ബാപ്പായെ തനിച്ചാക്കിയിട്ട് ഇവിടെ നിന്നും പോരാൻ പറ്റൂല. എന്റെ സൂക്കേട് നീ കാര്യാക്കണ്ട മോളെ. ഇവിടെ നിന്ന് നോക്കാൻ ആരാ? അവിടെ ആവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, ആരെന്ത് പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. ആരും എന്നെ നിർബന്ധിക്കുകയും വേണ്ട. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആചാരിക്ക, പിന്നെ മൊയ്തീൻ കുഞ്ഞിനെ കുറിച്ച് പല കഥകളും ഞാൻ കേട്ടു. കേട്ടതൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അതെല്ലാം സത്യമല്ല എന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല. നിക്കാഹിന് മുമ്പ് ഞാനിതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തിക്കില്ലായിരുന്നു. മനഃപൂർവ്വം നിങ്ങളെയോ നിങ്ങളുടെ മകളെയോ ചതിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കട്ടെ.